മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അനീഷേട്ടൻ്റെ നരച്ച മുടികൾ പറിച്ചെടുക്കുകയാണ്. അനീഷേട്ടനും അനുമോളും ഒറ്റ വൈബിൽ തന്നെയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനീഷേട്ടൻ ഇരിക്കുന്ന ആ ഒരു വശത്തെ ഡോറ് ഫുൾ ടൈം ആദിലെ നൂറയും തുറന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അനീഷേട്ടനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് മാത്രം ഒറ്റ ലക്ഷ്യം മാത്രമേ നൂറയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ചിന്തിക്കും, എന്തിനാണ് നൂറ അങ്ങനെ കാണിക്കുന്നത്? ഒരു ഗെയിമർ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അനീഷേട്ടനെ പുറത്താക്കേണ്ട ആവശ്യം നൂറയ്ക്കുണ്ട്. ടിക്കറ്റ് ടു ഫിനാലെ എങ്ങനെയെങ്കിലും നേടുക എന്ന് മാത്രമാണ് നൂറ ചിന്തിക്കുന്നത്. ആര്യനെ പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ്? ഞരമ്പ് രോഗിയായി ഇന്നലെ തന്നെ നമ്മൾ ആ ഒരു ടാസ്കിൽ നമ്മുടെ നൂറേനോട് മോശമായ രീതിയിൽ നോക്കി എന്ന് നൂറ പറയുന്നുണ്ട്. അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത് എന്നൊക്കെ നൂറ വന്ന് പറയുന്നുണ്ട്. ആ ഒരു ടാസ്കിൻ്റെ ഇടയിലാണ് അവൻ കാണിച്ചത്, അങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് പുറത്താക്കിയത്. എന്തുകൊണ്ട് നൂറയ്ക്ക് ആര്യനെ അനീഷേട്ടന് കട്ട സപ്പോർട്ട് പിടിച്ചുകൊണ്ട് നൂറയ്ക്ക് അനീഷേട്ടനും കൂടെ ആര്യനെ പുറത്താക്കി കൂടെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നൂറ അനീഷേട്ടനെ പുറത്താക്കാൻ വേണ്ടി ആദിലെ നൂറയും കൂടെ കുറേ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ കട്ട സപ്പോർട്ടായിട്ട് അനുമോൾ പറയുന്നുണ്ട്, അനീഷേട്ടനോട് നിങ്ങൾ ഇങ്ങനെ കാണിക്കരുത്, മനുഷ്യപ്പറ്റില്ലാത്ത ഇങ്ങനത്തെ ഒരു ഗെയിമിന് കൂട്ടിക്കാൻ എന്നെ കിട്ടില്ല എന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, അനുമോളോട് പറയുന്നുണ്ട്, നീ അങ്ങനെയാണെങ്കിൽ ഇറങ്ങിപ്പോടി എന്ന് പറയുന്നുണ്ട്. ആദിലേയും പറയുന്നുണ്ട്, നീ എന്നാൽ ഇറങ്ങിപ്പോ, നീ വലിയ നന്മമരം കളിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്.